ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന് ഞാനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇപ്പോൾ പടം കണ്ടുവന്നിരിക്കുകയാണ്. ഫാൻ ഷോക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തീരെ ഹൈപ്പില്ലാത്തൊരു പടമായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഹൈപ്പ് അങ്ങനെ മേലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ വിജയുടെ പടമായതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പോസ്റ്റൊക്കെ ആകെ കൊളായെങ്കിലും അതേമാതിരി പാട്ടിൽ DIGing പ്രശ്നമൊക്കെ ആയെങ്കിലും പടത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പടം വേറെ ലെവലായിട്ടുണ്ട്. പടം 3 മണിക്കൂറും 3 മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ സർട്ടിഫിക്കറ്റിൻ്റെ ഇത് കാണിക്കുമ്പോൾ ഫസ്റ്റ് സെൻസറിങ് കഴിഞ്ഞ ടൈമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ബ്ലൂപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ അറിയില്ല, എന്തായാലും പടം വേറെ ലെവലായിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ ത്രില്ലർ ഫിലിമായിട്ടാണ്. ഒരു മിഷൻ ഇമ്പോസിബിൾ ടൈപ്പ് സംഭവം. പിന്നെ കുറേ സർപ്രൈസസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല എന്തായാലും. പിന്നെ വെങ്കട് പ്രഭു പറഞ്ഞ പോലെ അടുത്തെന്താ നടക്കുക എന്നുള്ളത് നമുക്ക് 99% മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ അടുത്തെന്താ നടക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതാവും നടക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാവും ചിലപ്പോൾ നടക്കേണ്ടാവുക. അങ്ങനെയൊക്കെയാണ് സംഭവം പോകുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് ആവും വിചാരിച്ചിട്ടുണ്ടാവുക, പക്ഷേ നിങ്ങൾ മുന്നേ വിചാരിച്ച മാതിരിയാവും നടക്കുക. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ ക്യാമിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറേയൊക്കെ ഇതിലുണ്ട്. എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പക്ഷെ എല്ലാവരും ഇല്ല, എന്നാലും ചിലരുണ്ട് ഇതിൽ. അപ്പോൾ ഹൈപ്പ് വെച്ച് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറച്ചിട്ട് പോകണത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ പടത്തിൻ്റെ റൺ ടൈം 3 മണിക്കൂറും 3 മിനിറ്റൊക്കെ ഉണ്ടെങ്കിലും ലാഗൊന്നുമില്ല പടത്തിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആൾ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് പേസ് ആയിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ ഏറ്റവും ഒരു നെഗറ്റീവായിട്ട് വന്നിരുന്ന കാര്യമാണ് മ്യൂസിക്. വിസിൽ പോഡ്, സ്പാർക്ക്, മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ചിന്ന കണ്ണുകളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റേ 3 പാട്ടിൽ സ്പാർക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പടത്തിലേക്ക് വന്നപ്പോൾ വിസിൽ ബോർഡിൻ്റെ മോഡലൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. തിയേറ്ററിക്കൽ വെർഷനായിട്ട് വേറെ വരുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി രസമുണ്ടായിരുന്നു. പിന്നെ ഈ സ്പാർക്ക് സോങ് ഇതിൽ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് കുറിച്ച് തോന്നൽ വന്നു. പക്ഷേ കുറച്ച് എൻജോയ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ VFX CGI കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. ഈ DIGing ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് എനിക്കൊരു ഇതായി തോന്നിയത് ഇപ്പോൾ ഈ ട്രെയിലറിലൊക്കെ കാണിച്ച തന്നെ ഏറ്റവും ഒരു യങ് ക്യാരക്ടറായിട്ടൊരു വിജയനെ കാണിക്കുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെതാണ്. അത് ട്രെയിലറിലും തോന്നിയിരുന്നു, ഇതിലും ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ആളുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും എന്തൊരു മിസ്റ്റേക്കുള്ള പോലെ തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ ഗംഭീരമാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റ്സും ചേസും അത് കുറേ ഉണ്ട് ഇതിൽ, അതൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ഹോളിവുഡ് ടൈപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഹോളിവുഡ് ടച്ച് വരുന്നുണ്ട്. അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂട്ടലായിട്ടുള്ള പരിപാടികളൊന്നുമല്ല. ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ട്. ഈ അറക്കണമായിട്ട് സീൻ അങ്ങനത്തെ ഇതുണ്ട്. ബാക്കിയുള്ളതൊക്കെ നോർമൽ ഒരു ലെവലിൽ തന്നെ, പക്ഷേ ഒക്കെ ഗംഭീരമാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്കൊക്കെ പോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാക്കിയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് യുവൻ ശങ്കർ രാജ. പിന്നെ പടത്തിൻ്റെ ജേണർ നേരത്തെ പറഞ്ഞ ഒരു ആക്ഷൻ ത്രില്ലർ ആണെങ്കിലും ചെറുതായിട്ട് സൈഫൈ ഒക്കെ കയറി വരുന്നുണ്ട്, വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പടം അത്യാവശ്യം ബിഗ് സ്കെയിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ആ സ്ക്രീനിൽ കാണാനുണ്ട്. വെങ്കട് പ്രഭു എന്തായാലും ഇപ്രാവശ്യം ചതിച്ചില്ല, വേറെ ലെവലാക്കിയിട്ട് തന്നെ ഉണ്ട്. പിന്നെ വിജയുടെ ലുക്കിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ യങ് ക്യാരക്ടറേഴ്സിനായിട്ടും നല്ല സൂപ്പറായി തോന്നി. ആ ഏജിലായിട്ടുള്ള ക്യാരക്ടറാണ്, സാൾട്ട് പെപ്പർ ലുക്കിലായിട്ടുള്ളത്. എന്തായാലും പടം നിങ്ങളിതൊരു കണ്ടിട്ടില്ല വെച്ചാൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ റേറ്റിംഗ് ഈ പടത്തിന് ഞാൻ കൊടുക്കുന്നത് 10ൽ 9ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ടൈറ്റിൽ കാർഡ്, അതൊരു വേറെ ലെവൽ സംഭവം തന്നെയാണ്. ഈ ട്രെയിലറിൽ കണ്ടത് കൂടാതെ കുറച്ചുകൂടി ഉണ്ട് അതിൻ്റെ. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്ന്, പടത്തിലത്തെ ഷോ സ്റ്റീലർ തലപതി വിജയ് തന്നെയാണ്, ആ ഒരു ഡൗട്ടും ഇല്ല. ആളുടെ സ്ക്രീൻ പ്രസൻസും സ്വേഗമൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ റിവ്യൂസിനായും അപ്ഡേറ്റ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോക്കി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.